അവിടെ തിരക്കാ അനുമോളെ അനുമോൾ ഫാൻസ് ഉണ്ടോ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുമോളെ കൂട്ടാതെ ഷിയാസ് കരീം സ്പെക്ട്രയുടെ ഉദ്ഘാടനത്തിന് പോയി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അനുമോളെ മതി. അനുമോളെവിടെ, ഞങ്ങളുടെ അനുമോളെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചിമാരെല്ലാവരും കൂടി വളഞ്ഞു. സഖി കേട്ടിട്ട് ഒരു നൃത്യപ്പൊറുതി ഇല്ലാതെ ഷിയാസ് അനുമോളെ അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്തു. അനുമോളാണെങ്കിൽ മേക്കപ്പിലായിരുന്നു. വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്ന സമയത്താണ് ഷിയാസ് കരീമിൻ്റെ കോള്. എടുത്ത ഉടനെ തന്നെ എല്ലാവരും ചോദിക്കുകയാണ്, ഷിയാസിനെ അല്ല കാണുന്നത്. അനുമോൾ കോൾ എടുത്തപ്പോൾ തന്നെ കാണുന്നത് ഒരുപാട് ചേച്ചിമാർ, അനുമോളെ ഞങ്ങൾക്ക് പൈസ തരാത്ത പി ആറിലാണ് കേട്ടോ, അനുമോളുടെ പി ആറിലാണ് ഞങ്ങളൊക്കെ പൈസ ഇല്ലാത്ത പി ആറാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളോടുള്ള സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. അത് കണ്ടിട്ട് അവിടെ നിന്നിട്ട് അനുമോൾ ചിരിക്കുന്നു. ഷിയാസ് കരീം പറയുന്നുണ്ട്, അനുമോളെ ദേ നിന്റെ ഭയങ്കര ഫാനാണ്, പൈസ ഇല്ലാത്ത പി ആർ ആണ് കേട്ടോ എന്നൊക്കെ ഷിയാസും പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് അനുമോളെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഇനിയൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഷോപ്പ് ഉടമകളോടാണ് ഞാൻ പറയുന്നത്, ഇനി ഷിയാസിനെ വിളിക്കുമ്പോൾ അനുമോളെ കൂടി വിളിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഷിയാസ് കരീമിനെ ഇതുപോലെ അനുമോളെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കേണ്ടി വരും. ഷിയാസിനെ അനുമോളെ ഒരുമിച്ച് കാണാനാണെന്ന് എല്ലാവർക്കും ഇഷ്ടം. അതാ ചേച്ചിമാരുടെയൊക്കെ ആ ഒരു സന്തോഷം കണ്ടില്ലേ, ബാ നമുക്ക് കാണാം. അനുമോൾ ഫാൻസ് ഉണ്ടോ? അന്ന് അന്ന് അച്ഛൻ ബോഡി ഗാർഡാണ് എന്നെ പോലത്തെ ആൾക്കാർ. ഇത് പൈസ ഇല്ല കേട്ടോ, ഇത് പൈസ ഇല്ല. വെർച്വൽ ഉദ്ഘാടന ഗസ്റ്റ് ആയിട്ട് വെച്ചിട്ട് ജയിച്ചു, പൈസ കൊടുത്തിട്ടാണ് അനുമോളെ ജയിച്ചത് എന്നൊക്കെ പറയുന്നവർക്കുള്ള ഒരു തക്ക മറുപടിയാണ് കേട്ടോ ഈ ചേച്ചിമാർ കൊടുക്കുന്നത്. ഞങ്ങൾ ആരും അനുമോളുടെ പി ആർ അല്ല, അനുമോളുടെ പി ആർ ആണ്, പക്ഷേ പൈസ കൊടുത്തുകൊണ്ടുള്ള പി ആർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ചേച്ചിമാരുടെ സ്നേഹപ്രകടനമാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. നമ്മൾ സപ്പോർട്ട് ചെയ്ത കണ്ടസ്റ്റൻസ് പുറത്തിറങ്ങിയിട്ടും അവർക്ക് ഇപ്പോഴും ആ ഒരു നല്ല പേര് അവർ കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. എന്തൊക്കെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ അവർ ആ ഒരു സെൻസിൽ എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഇതേപോലെ തന്നെ ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം അപ്പുറം ഇവരുടെയൊക്കെ സ്നേഹം കണ്ടില്ലേ, ഈ ഒരു സ്നേഹത്തിന്റെ മുന്നിൽ അതെല്ലാം അലിഞ്ഞു പോകാൻ അതേ സമയമൊന്നും വേണ്ട. നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത കണ്ടസ്റ്റൻസിനെയൊക്കെ ഇത്രത്തോളം ആൾക്കാർ സ്നേഹിക്കുന്നു, അത് ഇപ്പോഴും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ വളരെ സന്തോഷം. മുമ്പത്തെ സീസണൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സീസണിൽ അധികം ഹൈപ്പൊന്നും ഇറങ്ങിക്കഴിഞ്ഞിട്ട് അധികം കണ്ടസ്റ്റൻസിനെ തന്നെ കിട്ടാറില്ല. ആദ്യമൊക്കെ 4ഉം 5ഉം ഒക്കെയാണ് ഭയങ്കരമായിട്ട് കണ്ടസ്റ്റൻസിന് വിജയിച്ച് വന്നവർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇങ്ങനെ പ്രേക്ഷകർ ഇങ്ങനെ ഒരു വർഷത്തോളം ഇങ്ങനെ തലയിൽ ഏറ്റുകൊണ്ട് നടക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ അത് കാണാറില്ല. എങ്കിലും അനുമോടുള്ള സ്നേഹം ഇപ്പം ഇത്ര നാളായി ബിഗ് ബോസ് കഴിഞ്ഞിട്ട്, എന്നിട്ടും ആ ഒരു സ്നേഹത്തിനോട് ഒരു കുറവുമില്ലാതെയാണ് കേട്ടോ ഓരോരുത്തരും ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഷിയാസ് പോയിട്ടുണ്ടെങ്കിൽ ഷിയാസിനോട് ചോദിക്കുകയാണ് എന്താണ് അനുമോളെ കൊണ്ടുവരാതിരുന്നത്. അനുമോൾക്ക് വേറൊരു പ്രോഗ്രാം ട്രെൻഡറത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അനുമോളെ കൊണ്ടുവരാതെ ഷിയാസ് മാത്രം വന്നത്. ഇനിയൊരു കാര്യം മനസ്സിലാക്കുക, അനുമോളുടെ ഡേറ്റും കൂടി നോക്കിയിട്ട് മാത്രം ഇങ്ങനെ ഷിയാസിനെ ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ആ ചേച്ചിമാരെ പോലെ തന്നെ അല്ലെങ്കിൽ ആ അമ്മമാരെ പോലെ തന്നെ ഒരുപാട് അമ്മമാരും നമ്മുടെ ചാനലിലും ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അനുമോളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.